എല്ലാ ദിവസവും പുറത്തല്ല, അകത്തുനിന്ന് തന്നെ വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നത്. ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം ഒന്നുമില്ല കേട്ടോ. ഞാൻ കോഴിക്കോട് വരെ പോയതാണ്. കുറേ നമ്മുടെ മുളകും സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മേടിക്കാൻ വേണ്ടി പോയതാണ്. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വിശന്നിട്ട് വയ്യ. ഉച്ചയ്ക്കാണ് പോയത്, ഭക്ഷണം കഴിക്കാതെ പോയതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ മടുത്തു. സാധാരണ വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ വിചാരിച്ചു ഒരു മസാല ദോശ കഴിച്ചേക്കാന്ന്. അപ്പം ഞാനൊരു മഷ്റൂം മസാല ദോശ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കഴിച്ച് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം മഷ്റൂം മസാല ദോശ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. മിൽമയുടെ ഒരു ഷോപ്പിൽ നിന്നാണ് കഴിക്കുന്നത്. നല്ല ചായ. അപ്പം നമ്മുടെ മഷ്റൂം മസാല ദോശ വന്നു കേട്ടോ. കഴിച്ചു, മഷ്റൂം കൂട്ടി കഴിച്ചോട്ടെ. ഇത് ഞാൻ പൊളിച്ച് ഞാൻ കാണിച്ചു തരാം. ഒരു രസം വെറുതെ ഞാൻ അങ്ങനെ ഇത് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതാ ഇതൊക്കെ നമുക്ക് വീട്ടിൽ വേണമെങ്കിലും ചെയ്യാം. മഷ്റൂം ഇട്ടിട്ട് മസാല ഇട്ടിട്ട് ദോശ ഉണ്ടാക്കി കണ്ട. ഇതിനി അടിപൊളിയായിട്ട് കഴിക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നേരത്തെ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം വീട്ടിലുണ്ടാക്കാതെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു വല്ലപ്പോഴും ഉള്ള കാര്യം. അതുകൊണ്ട് ഇത് കഴിച്ച് തീർന്നിട്ട് നമുക്ക് പോകാം കേട്ടോ. ഞാൻ സാധനങ്ങൾ എന്നാക്കി മേടിച്ചെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ മഷ്റൂം മസാല ദോശയൊക്കെ കഴിച്ചിട്ട് പിന്നെന്താ പിന്നെ ഇരിക്കട്ടെ. ഇത് ചോക്കോബാർ കൂടെ ഇത് വീട്ടിൽ ചെല്ലുമ്പോൾ അംഗം വിട്ട് ആറാട്ടം നടക്കും മിക്കവാറും. മറിയക്കുട്ടി വീടുകുട്ടിയൊക്കെ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഭൂകമ്പം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിച്ചുകൊണ്ട് വീട്ടിൽ പോകാമെന്ന്. വണ്ടി നിറച്ച് സാധനങ്ങളാണ്. അപ്പോൾ പോവാം. നല്ല രസം. എനിക്ക് മിൽമയുടെ ചോക്കോബാർ ഭയങ്കര ഇഷ്ടം കേട്ടോ. പ്രത്യേകിച്ച് കോഴിക്കോടത്തെ. എല്ലായിടത്തേക്കാളും ഇഷ്ടം കോഴിക്കോടത്തെ മിൽമയുടെ ചോക്കോബാർ. രസമുണ്ട്. അപ്പം വണ്ടിയിലാണെങ്കിൽ മുളകിന്റെ സ്മെല്ലൊക്കെ കേട്ടോ. ഫുള്ള് സീറ്റ് മറച്ചിട്ടിട്ട് സാധനം ഇട്ടേക്കുന്ന കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം.